സംഘടനയായ അമ്മയിൽ അടുത്ത കാലത്തുണ്ടായ അത്യപൂർവവും നാടകീയവുമായ അധികാര കൈമാറ്റത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പതനവും രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അഡ്ഹോക് കമ്മിറ്റിയുടെ ഉദയവും വെറും ഒരു ആഭ്യന്തര മാറ്റമല്ല, മറിച്ച് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നടത്തിയ കൃത്യമായ തന്ത്രങ്ങളുടെ ഫലമാണ്. സംഘടന മാസങ്ങളായി നേരിട്ട് കൊണ്ടിരുന്ന ആഭ്യന്തര കലഹങ്ങൾക്കും സുതാര്യതയില്ലായ്മയ്ക്കും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ താരരാജാക്കന്മാർ നേരിട്ട് ഇടപെടുകയായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ജനങ്ങൾക്കും അംഗങ്ങൾക്കും ഒരുപോലെ വിശ്വാസ്യതയുള്ള ഒരു ജനകീയ മുഖം സംഘടനയുടെ തലപ്പത്ത് വരണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവും പാലക്കാട് MLA-യുമായ രമേഷ് പിഷാരടിയെ ഈ ദൗത്യം ഏൽപ്പിക്കണമെന്ന മമ്മൂട്ടിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാട് സംഘടനയിൽ വലിയൊരു വഴിത്തിരിവായി മാറി. പ്രതിസന്ധികളിൽ പതറാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പിഷാരടിയുടെ ജനകീയ ശൈലിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ ഒട്ടും മടിക്കാതെയും പൂർണ്ണ മനസ്സോടെയും പിന്തുണയ്ക്കുകയായിരുന്നു ലാലേട്ടൻ എന്ന് സിനിമാ ലോകം വിളിക്കുന്ന മോഹൻലാൽ. സംഘടനയുടെ യോഗത്തിൽ മമ്മൂട്ടി നേരിട്ട് പങ്കെടുത്തിരുന്നില്ല എങ്കിലും യോഗത്തിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം തന്റെ വ്യക്തമായ നിലപാട് മോഹൻലാലുമായി പങ്കുവച്ചിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സൗഹൃദങ്ങളിൽ ഒന്നായ മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഈ ഒരുമിച്ചുള്ള തീരുമാനം അമ്മയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ബുദ്ധിയും മോഹൻലാലിന്റെ നേതൃത്വ പാഠവും ഒത്തുചേർന്നപ്പോൾ സംഘടനയിലെ വലിയൊരു വിഭാഗം അംഗങ്ങളും ഈ തീരുമാനത്തിന് പിന്നിൽ അണിനിരന്നു. KB ഗണേഷ് കുമാറും രമേഷ് പിഷാരടിയും കൈകോർക്കുമ്പോൾ സംഘടനയ്ക്ക് പുതിയൊരു ദിശാബോധം ലഭിക്കുമെന്ന് ഇരു സൂപ്പർ താരങ്ങളും ഒരുപോലെ വിലയിരുത്തുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ ദീർഘകാലത്തെ സംഘടനാ പരിചയവും ഭരണപാഠവും പിഷാരടിയുടെ ജനപ്രീതിയും ഒത്തുചേരുമ്പോൾ അത് സംഘടനയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് ഇവരുടെ ചിന്ത. വിവാദങ്ങളിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങളിലും ഇതുവരെ പക്ഷം പിടിക്കാതെയുള്ള പിഷാരടിയുടെ നിഷ്പക്ഷമായ സമീപനം തന്നെയാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് ഉയർത്താൻ മമ്മൂട്ടിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. എല്ലാവരെയും ഒരുപോലെ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവിന് മോഹൻലാലും വലിയ മാർക്കാണ് നൽകിയത്. എന്നാൽ ഈ മാറ്റങ്ങളിലേക്ക് വഴി തുറന്ന ജനറൽ ബോഡി യോഗം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിലെ അവ്യക്തതയും സുതാര്യത ഇല്ലായ്മയുമാണ് യോഗത്തെ വലിയ തർക്കങ്ങളിലേക്ക് നയിച്ചത്. സംഘടനയിലെ മുതിർന്ന നേതാക്കളും സൂപ്പർ താരങ്ങളുടെ വിശ്വസ്തരുമായ സിദ്ദീഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ എന്നിവർ ഒരേ സ്വരത്തിൽ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നത് ശ്വേതാ മേനോനെ കടുത്ത പ്രതിരോധത്തിലാക്കി. ഈ പ്രമുഖർ ഒരുമിച്ച് നിലകൊണ്ടത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൃത്യമായ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്നാണ് സൂചന. വാർഷിക റിപ്പോർട്ട് പാസാക്കുന്നതിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ച ബാബുരാജ് യോഗത്തിൽ ആഞ്ഞടിച്ചിരുന്നു. ബൈലോ പ്രകാരം യോഗത്തിന് 25 ദിവസം മുൻപ് റിപ്പോർട്ട് അംഗങ്ങൾക്ക് നൽകണമെന്ന നിബന്ധന ലംഘിച്ചതിനെ അദ്ദേഹം കർശനമായി തന്നെ ചോദ്യം ചെയ്തു. ട്രഷറർ സ്ഥാനത്ത് ആളില്ലാത്തതാണ് കണക്കുകളിലെ പിഴവുകൾക്ക് കാരണമെന്ന ശ്വേതയുടെ വാദങ്ങൾ യോഗം പാടെ തള്ളി. റിപ്പോർട്ടിലെ ഗുരുതരമായ അപാകതകൾ ഒന്നൊന്നായി താരങ്ങൾ ജനറൽ ബോഡിയിൽ തുറന്നു കാട്ടിയതോടെ ഭരണസമിതിക്ക് മറുപടിയില്ലാതായി. കൂടുതൽ പരിശോധനകൾക്കായി 45 ദിവസത്തെ സമയം വേണമെന്ന ശ്വേതാ മേനോന്റെ അപേക്ഷ യോഗം നിരാകരിച്ചു. റിപ്പോർട്ട് പാസാക്കാൻ ഭൂരിഭാഗം അംഗങ്ങളും തയ്യാറാകാതിരുന്നതോടെ ശ്വേതാ മേനോന്റെയും ഭരണസമിതിയുടെയും പതനം പൂർണ്ണമാവുകയായിരുന്നു. തന്റെ പതനത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് രാജിവെച്ച ശേഷം ശ്വേതാ മേനോൻ ആരോപിച്ചത്. തങ്ങളെ കേവലം പാവകളാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചുവെന്നും സംഘടനയെ ചില കുറ്റാരോപിതരുടെ കൈകളിലേക്ക് എത്തിക്കാനാണ് ഈ നീക്കങ്ങളെന്നും അവർ ആരോപിച്ചു. താൻ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ലെന്നും കണക്കുകൾ കൃത്യമാണെന്നും ശ്വേത വാദിച്ചുവെങ്കിലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണയോടെ നീങ്ങിയ ഭൂരിപക്ഷ പ്രമേയത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ശ്വേതയുടെ ആരോപണങ്ങളെ ബാബുരാജ് ശക്തമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിക്കളഞ്ഞു. യോഗത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ശ്വേത ലേഡീസ് കാർഡ് ഇറക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നടി അൻസിബ നൽകിയ പരാതിയിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേത കാട്ടിയ നിസ്സംഗതയും
വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായത്. തങ്ങളൊക്കെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായ കണക്കുകളാണ് സമർപ്പിച്ചിരുന്നതെന്നും ബാബുരാജ് ഓർമ്മിപ്പിച്ചു. നിലവിലെ ഭരണസമിതി അപ്പാടെ രാജിവെച്ചതോടെ സംഘടനയുടെ താൽക്കാലിക ചുമതല പുതിയ അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ മുഖ്യ ഉപദേശകരായി മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പമുണ്ടാകുമെന്നത് അംഗങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. താരസംഘടനയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്കും അച്ചടക്കത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ പിഷാരടിയുടെ നേതൃത്വത്തിന് കഴിയുമെന്നാണ് മലയാള സിനിമയിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അതിന് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൂർണ്ണമായ അനുഗ്രഹവുമുണ്ട്. സംഘടനയിലെ സാധാരണക്കാരായ കലാകാരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് പുതിയ കമ്മിറ്റിയുടെ പ്രധാന അജണ്ട. ഇതിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ലാലേട്ടന്റെ നേതൃത്വത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. കാലങ്ങളായി സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരുന്ന വിവാദങ്ങൾക്കും ചേരിതിരിവുകൾക്കും ഈ പുതിയ മാറ്റത്തിലൂടെ അറുതി വരുത്താൻ കഴിയുമെന്നാണ് രണ്ട് സൂപ്പർ താരങ്ങളും പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ പുതിയ തലമുറയെയും പഴയ തലമുറയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പിഷാരടി മാറും. റിപ്പോർട്ടുകളിലെ അപാകതകൾ പരിഹരിച്ച് പുതിയൊരു ഭരണഘടനാ ഭേദഗതിയോടെ സുതാര്യമായ തെരഞ്ഞെടുപ്പിലേക്ക് സംഘടനയെ നയിക്കുക എന്നതാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഇതിനായുള്ള കൃത്യമായ ഗൈഡ് ലൈനുകൾ മമ്മൂട്ടിയും മോഹൻലാലും കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടനയെ എങ്ങനെ തിരിച്ചുപിടിക്കണമെന്ന തങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണിവിടെ. താരപദവി കേവലം അഭിനയത്തിൽ മാത്രമല്ല, സംഘടനയെ നയിക്കുന്നതിലും തങ്ങൾക്ക് വഴങ്ങുമെന്ന് ഇരുവരും കാട്ടിത്തന്നു. സിനിമയിലെ വൻ തോക്കുകളായ സിദ്ദീഖ്, രഞ്ജി പണിക്കർ എന്നിവരുടെ പിന്തുണയും ഈ പുതിയ മാറ്റത്തിന് വലിയ കരുത്താണ് പകരുന്നത്. വരും ദിവസങ്ങളിൽ സംഘടനയ്ക്കുള്ളിൽ കൂടുതൽ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകളും ഇവർ നൽകുന്നുണ്ട്. ശ്വേതാ മേനോന്റെ പതനം ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള പരാജയമായാണ് ഭൂരിഭാഗം താരങ്ങളും വിലയിരുത്തുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയാത്തതാണ് അവർക്ക് തിരിച്ചടിയായത്. അതേസമയം രാഷ്ട്രീയത്തിലും കലാരംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന രമേഷ് പിഷാരടിക്ക് ഇത് വലിയൊരു പരീക്ഷണ ഘട്ടം കൂടിയാണ്. സൂപ്പർ താരങ്ങളുടെ വിശ്വസ്തൻ എന്ന ലേബലിൽ എത്തുന്ന അദ്ദേഹത്തിന് കനത്ത ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത്. മലയാള സിനിമാ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ പുതിയ അഡ്ഹോക് കമ്മിറ്റിയുടെ നീക്കങ്ങളിലേക്കാണ്. മമ്മൂക്കയുടെ ദീർഘവീക്ഷണവും ലാലേട്ടന്റെ പിന്തുണയും പിഷാരടിയുടെ ജനകീയതയും ഒന്നിക്കുമ്പോൾ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികളും. താരരാജാക്കന്മാർ ഒന്നിച്ച് കൈകോർത്തതോടെ അമ്മയിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് താൽക്കാലിക ശമനം ആയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പുതിയ കമ്മിറ്റിയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തു വരുന്നതോടെ സംഘടന പുതിയൊരു പുലരിയിലേക്ക് കടക്കും. ഏത് തന്നെയായാലും തിരശീലയ്ക്ക് പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് നടത്തിയ ഈ തന്ത്രപരമായ നീക്കങ്ങൾ മലയാള സിനിമയിലെ അധികാര സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഭാവി ഇനി ഈ പുതിയ ജനകീയ മുഖത്തിന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് തന്നെയാണ് സൂപ്പർ താരങ്ങളുടെയെല്ലാം ചിന്ത.